ഖുറാബിഹാ മഗ്ഫിറ. ആ ഒരു ഭൂമി നിറയെ പാപമോചനം മഗ്ഫിറത്ത് എനിക്ക് നൽകാനും സാധിക്കും. ഈ മാനയിലുള്ള ഒരുപാട് ഹദീസുകൾ വേറുണ്ട്. അപ്പൊ അമലിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഫിത്നകളും ഒരുപാട് പ്രാതികൂല്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലത്ത് നമ്മുടെ എല്ലാ അമലും അത് മഅഖൂദ് ചെയ്യപ്പെടുന്നത്, പ്രതീക്ഷകളൊക്കെ ബന്ധിപ്പിക്കപ്പെടേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലാണ്. അത് തഹ്ഖീഖ് ചെയ്താൽ അതിന്റെ ഫള് വളരെ വലുതാണ്. കിതാബ് തൗഹീദിന്റെ തുടക്കത്തിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ആ ഫള് വളരെ വിശദമായി തന്നെ ദലീലുകൾ ഉദ്ധരിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഫളലുകളൊക്കെ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാനുള്ളത്. അതാണ് കാണാനുള്ളത്. അതുകൊണ്ട് ഇത് നിരന്തരം അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ നിർബന്ധമായ അമലിൽ വീഴ്ച വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കലിമ അത് ശരിക്ക് തഹ്ഖീഖ് ചെയ്ത് അമലിൽ നിന്ന് നിർബന്ധമായത് വീഴ്ച വരാതെ ചെയ്താൽ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ, സുനനുകൾ, നവാഫിലുകൾ, തത്വആത്തുകൾ അതിന് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കലിമയുടെ മഹത്വം കൊണ്ട് അതിന്റെ ഫള് കൊണ്ട് നമുക്ക് വല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് എതിരാകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അകപ്പെട്ടു പോകാൻ പാടില്ല. ഏറ്റവും അവസാനം നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ഫിത്നയാണ് മസ്അലത്തുൽ ഇസ്തിആനത്തി ബിൽ ജാൻ, ജിന്നിനോട് സഹായം ചോദിക്കുക എന്നുള്ളത്. വളരെ നേരത്തെ ഉള്ളൊരു കാര്യമാണ്, നാട്ടിൽ ചർച്ച ഉള്ളൊരു വിഷയമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം മരുഭൂമിയിൽ വഴി നഷ്ടപ്പെട്ട സമയത്ത് യാ ഇബാദല്ലാഹ് ദുല്ലൂന അല തരീഖ് എന്ന് ജിന്നിനോട് സഹായം ചോദിച്ചു എന്ന് പറയാറുണ്ട്. അങ്ങനെ സഹായം ചോദിക്കുന്നത് ജിന്ന് മറഞ്ഞ ആളുകളാണല്ലോ, മറഞ്ഞ ആളുകളോട് അങ്ങനെ സഹായം ചോദിച്ചാൽ ശിർക്കാകോ, ഇമാം അഹ്മദ് മുശ്രിക്കാകോ? അതേപോലെയാണ് ഞങ്ങൾ അഖ്താബുകളോടും അബ്ദാലുകളോടും സഹായം ചോദിക്കുന്നത് എന്ന് ഖുറാഫികൾ പണ്ടേ പറയാറുണ്ട്. അഖ്താബ്, അബ്ദാല്, സാബിഅ, സബ്അ എന്നൊക്കെ പറയുന്നത് സൂഫികളുടെ ഒരു സങ്കല്പമാണ്. ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നത്, ഈ ഭൂലോകത്തെ അല്ലാഹു നിയന്ത്രിക്കുന്നത് ചില അർവാഹികൾ കൊണ്ടാണ്. ആ അർവാഹികൾ അവർക്കാണ് അബ്ദാലുകളെന്നും അഖ്താബുകളെന്നും പറയാം. അവര് റിജാലുൽ ഗൈബ്, നമ്മൾ ചിലപ്പോൾ അവരെ കാണൂല. അതാണ് ഒൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ദുർവ്യാഖ്യാനം നൽകും. അങ്ങനെയുള്ള റിജാലുൽ ഗൈബ്, അദൃശ്യരായിട്ടുള്ള ഇത്തരം അർവാഹികൾ, ആ അർവാഹികളോട്, മരണപ്പെട്ടു പോയിട്ടുള്ള മഹാന്മാര് അവരുടെ റൂഹുകളോട് ഒക്കെ നമുക്ക് സഹായം ചോദിക്കാം. എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇമാമിങ്ങൾ അങ്ങനെ ചെയ്തു പോന്നിട്ടുള്ളതാണ്. അഹ്മദ് ബിൻ ഹംബല് മരുഭൂമിയിൽ അദ്ദേഹത്തിന് വഴി നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങനെ ജിന്നിനോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ജിന്ന് മറഞ്ഞവനാണ്, മറഞ്ഞ ജിന്നിനോട് ചോദിക്കാമെങ്കിൽ അതേപോലെ റിജാലുൽ ഗൈബിൽപ്പെട്ടിട്ടുള്ള അഖ്താബുകളോട് അബ്ദാലുകളോട് സഹായം ചോദിക്കാം. ഇത് പണ്ട് കാലം മുതലേ ഖുറാഫികൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പോന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇമാം അഹ്മദ് അങ്ങനെ ചെയ്തോ? ഇമാം അഹ്മദ് അങ്ങനെ ചെയ്തിട്ടില്ല. ഒന്ന്, ഇമാം അഹ്മദിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള ഈ സംഭവം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള റിവായത്ത് ചെയ്യുന്നുണ്ട്. മസായിലുൽ ഇമാം അഹ്മദ് റിവായത്ത് ഇബ്നിഹി അബ്ദില്ല. ആ റിവായത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ വാപ്പ 5 ഹജ്ജാണ് ചെയ്തത്. സുമൈതു അബി യഖൂൽ, എന്റെ വാപ്പ പറഞ്ഞത് ഞാൻ കേട്ടു. ഹജ്ജത്തു 5 ഹജ്ജ്, 5 ഹജ്ജാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ 3 വാഹനപ്പുറത്തും 2 നടന്നിട്ടും, അല്ലെങ്കിൽ 2 നടന്നിട്ടും 3 വാഹനപ്പുറത്തും ആണ് ഞാൻ ഹജ്ജിന് പോയത്. ഫവലൽതു, അങ്ങനെ ഞാൻ വഴിതെറ്റി. എന്റെ ഈ 5 ഹജ്ജുകളിലെ ഒരു ഹജ്ജിൽ, നടന്നു പോകുന്ന ഒരു ഹജ്ജിൽ എനിക്ക് വഴിതെറ്റിയപ്പോൾ ഫജഅൽതു അഖൂലു, ഞാൻ പറയാൻ തുടങ്ങി, യാ ഇബാദല്ലാഹ് ദുല്ലൂന അല ത്വരീഖ്,
അള്ളാന്റെ അടിമകളെ നമുക്ക് വഴി കാണിച്ചു തരി എന്ന് പറയാൻ തുടങ്ങി. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹത്താ വഖഅ തരീഖ്, അങ്ങനെ അദ്ദേഹത്തിന് വഴി കിട്ടുകയും ചെയ്തു. ഇതാണ് ആ ഹദീസിലുള്ളത്. ഇതാണ് ആ സംഭവം, ഹദീസല്ല, ആ റിവായത്തിന്, ആ അസറിലുള്ളത്. ആ അസർ ഒറ്റടിക്ക് നോക്കിയാൽ തന്നെ ശരിക്ക് മറ്റ് അതിന്റെ മുമ്പ് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് മറച്ചു വെച്ചിട്ട് നിഷ്പക്ഷമായി നോക്കിയാൽ തന്നെ അതിന് മറുപടി ഉണ്ടായി. ഒന്നാമത്തെ മറുപടി, യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ ജിന്നാണ് എന്നതുകൊണ്ട് ലം യതഅയ്യൻ, ഇതെന്നാന്ന് പറയാൻ പറ്റില്ല. 2, യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞപ്പോ വേറെ ആരും കേൾക്കാനില്ലാത്തൊരു മരുഭൂമിയിൽ വെച്ചായിരുന്നു അത് എന്ന് ആ സംഭവത്തിലില്ല. അത് തെറ്റിദ്ധാരണ. സുബ്ഹാനല്ലാഹ്. വേറൊരു സംഭവത്തിൽ, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു സംഭവത്തിൽ ഒരാൾ മരുഭൂമിയിൽ വഴി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആ സംഭവം പറഞ്ഞതിന്റെ ശേഷം ഇത് കൂട്ടി ചേർക്കുമ്പോൾ കേൾവിക്കാരുടെ മനസ്സിലേക്ക് വെറുതെ തെറ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ത്, ഇമാം അഹമ്മദ് മരുഭൂമിയിൽ നിന്നാണ് വഴി തെറ്റിയത്, ഇമാം അഹമ്മദ് മരുഭൂമിയിൽ നിന്നാണ് വഴി തെറ്റിയത് എന്ന സംഭവത്തിലില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പറഞ്ഞ സംഗതി എന്തായിരിക്കുള്ളൂ, അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകുന്ന ആളുകളോടോ അല്ലെങ്കിൽ ആ വഴിയിലുള്ള മറ്റേതെങ്കിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോടോ അല്ലെങ്കിൽ ആ വഴിയിലൂടെ യാത്രയായിട്ട് പോകുന്ന മറ്റു മനുഷ്യന്മാരോടോ ആകാനേ നിവൃത്തിയുള്ളൂ. കാരണം ഇമാം അഹ്മദും സലഫു സ്വാലിഹ്യങ്ങളിൽ നിന്നും അറിയപ്പെട്ട കാര്യം, അവർക്കൊരാവശ്യം വന്നാൽ തവജ്ജുഹുഹും ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് അവരുടെ കൽബ് തിരിയാൻ. ഒരിക്കലും അവർ ജിന്നിലേക്ക് അവരുടെ ഹൃദയം തിരിയണ പ്രശ്നമല്ല. ഇതിൽ തന്നെ കൃത്യമായ സംഭവം മറുപടി ഒരു താലിബു ഹഖിന് മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യം അതിൽ തന്നെ. ഒന്ന്, യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ യാ അയ്യുഹൽ ജാൻ എന്നതിനർത്ഥമല്ല. 2, അത് വിളിച്ചിട്ടുള്ളത് മരുഭൂമിയിലല്ല, മരുഭൂമിയിലാണ് എന്നുള്ളത് വേറെ ചില സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിന് പറയുമ്പോൾ തോന്നിപ്പിക്കുകയാണ്. അല്ല, അതിലങ്ങനെ സംഭവത്തിലില്ല. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞുവെങ്കിൽ തന്നെ ആ വഴിയിലുള്ള ഏതെങ്കിലും മുസ്ലിമീങ്ങളോടായിരിക്കാം അല്ലെങ്കിൽ കൂടെയുള്ള യാത്രക്കാരോടായിരിക്കാം, അങ്ങനെ ആകാൻ നിവൃത്തിയുള്ളൂ. പിന്നെ ഒരു കാരണവശാലും അഹ്മദ് ബിൻ ഹംബലോ അദ്ദേഹത്തെ പോലുള്ള ഇമാമിയങ്ങളോ അവർക്കൊരാവശ്യം വരുമ്പോ അവരുടെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന് പകരം ജിന്നിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് അവർ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഉസൂലുകളും, ഉസൂലു അഹ്മദ് തൻഫീ ദാലിക അസ്ലൻ, ഇമാം അഹ്മദ് ജീവിതത്തിൽ റഹിമഹുല്ലാഹ് പുലർത്തി പോന്നിട്ടുള്ള എല്ലാ അസുലിനും എതിരാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇമാം അഹ്മദ് അങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പത്തിന് വേണ്ടി, വാദത്തിന് വേണ്ടി തന്നെ പറഞ്ഞാലും അഖീദയിൽ ഇതിനെതിരിൽ ധാരാളം തെളിവുകൾ വന്നിട്ടുള്ള ഒരു വിഷയത്തിൽ ഇമാം അഹ്മദ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ കള്ളക്കഥ തെളിവാകൂല. കാരണം ധാരാളം ഹദീസുകൾ അതിനെതിരാണ്, ധാരാളം ആയത്തുകൾ അതിനെതിരാണ്. ജിന്നിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ജിന്നിനോട് മുബാഹായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു മറുപടിയിൽ പറഞ്ഞു, മലക്കിനോടും ജിന്നിനോടും സഹായം ചോദിക്കുന്ന ഏത് കാര്യത്തിലാണെങ്കിലും ശിർക്കാണ്. ഏതുപോലെ ഒരാള് യാ ഹഫള ഐഖിളൂനി, രാത്രി കിടക്കാൻ പോകുമ്പോ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ ഉണ്ടായിരിക്കും. 4 മലക്കുകൾ ഉണ്ടായിരിക്കും ഒരു മനുഷ്യന്റെ കൂടെ. അതിൽ 2 എണ്ണം കിറാമൻ കാത്തിബീൻ, നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന മലക്കുകളാണ്. 2 എണ്ണം ഹാഫിളീൻ, ഹഫളത്തിന്റെ മലക്കുകളാണ്. ഈ ഒരു മനുഷ്യനെ അള്ളാഹ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ള ഹഫളത്തായ മലക്കുകളോട് ഒരാൾ പറയാണ്, മലക്കെ, ഹഫളത്തായിട്ടുള്ള മലക്കുകളെ, ഞാൻ കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ രാവിലെ സുബൈക്ക് ഉണർന്നോളുന്നില്ല, എന്നെ സുബൈക്കൊന്ന് വിളിച്ചോണ്ടണം. അതിന് ശിർക്കില്ല, അതിന് കുഫറില്ല, അതിലൊന്നുമില്ല, നല്ല കാര്യമാണ്. അങ്ങനെ ഹഫളത്തിനോട് പറഞ്ഞാൽ ശിർക്കുൻ അക്ബർ. അല്ലാമത്ത് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹി അത് മറുപടിയാണ്. അതിന്റെ ശേഷം പറഞ്ഞു അതേമാതിരി തന്നെയാണ് ജിന്നിന്റെയും കാര്യം. ഒരാൾ പറയാണ്, യാ ജിന്നൽ ബൈത്ത് ഐഖിളൂനി ഫിസ്സാഅൽ ഫുലാനിയ,
ഈ വീട്ടിലുള്ള ജിന്നുകളെ, ഹാലറായ ജിന്ന്, ജിന്നൽ ബൈത്ത്, അതാണ് ഹാലർ. ജിന്ന് വീട്ടിലുണ്ട്. ആ വീട്ടിലുള്ള ജിന്നിനോട് പറയാണ്, ഈ വീട്ടിലുള്ള ജിന്നുകളെ, നല്ല മുസ്ലിങ്ങൾ നല്ലവരുണ്ടാകുമല്ലോ, അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ഒരു 4 മണിക്ക് സുബൈ തെറ്റാതെ ഒന്ന് വിളിച്ചോണ്ടേ, ബാങ്കിന്റെ നേരത്തൊന്ന് വിളിക്കണേന്ന് പറഞ്ഞാൽ ശിർക്കും കുഫറൊന്നുമില്ല. നല്ല കാര്യത്തിനാണ് വിളിക്കാൻ പറയണത്. അത് ഫീമായ ഖദറു അലൈഹിയാണ്. സ്വർഗം തരണേന്ന് പറയുന്ന മായത്തെ കാര്യമൊന്നുമല്ല. ഇതൊരു ഔലിയനോട് ചോദിക്കുന്ന വിഷയമൊന്നുമല്ല. വളരെ മുബാഹ് എന്നല്ല, നല്ലൊരു കാര്യമാണ്. ആ കാര്യം ചോദിച്ചാൽ ഷെയ്ഖുൽ ഇസ്ലാം അല്ലാമത്ത് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഷിർക്കുൻ അക്ബർ. അപ്പോ ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമായ ജിന്ന്, അവിടെ ഹാദിറായ ജിന്ന്, ഖാദിറായ ജിന്ന്, അതിനോട് ചോദിച്ചാൽ എങ്ങനെ ശിർക്കാകുന്നത് 2 കാരണത്താലാണ്. ഒന്ന്, ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമുമായ ആളോട് ചോദിക്കാന്ന് പറയുന്നത് ആരോടാണ്? മിൻ ബനി ജിൻസി, മനുഷ്യർപ്പെട്ടവരോട് പറ്റും. എന്നെ സുബൈക്ക് വിളിക്കണേ എന്ന് ഞാൻ അൻവറിനോട് പറഞ്ഞു. എനിക്ക് എന്റെ ആ ആവശ്യം നിറവേറ്റി തരുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് സമ്മതിച്ചു തന്നിട്ടുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് മനുഷ്യനോട് സഹായം ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടതാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ബാബിൽ അത് ഉൾപ്പെടുകയും ചെയ്യും. കാരണം അൻവറിനോട് ഞാൻ പറയുന്ന കാര്യം എന്താണ്? അത് ഏത് ഇനത്തിലാണ് പെടുന്നത്? അത് അൻവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലമു ഷഹാദ, നമ്മൾ ഇടപഴകുന്ന ഈ ദൃശ്യലോകത്തിൽപ്പെട്ടവനാണ്, നമ്മുടെ വർഗത്തിൽപ്പെട്ടവനാണ്. അതുകൊണ്ടത് പറ്റും. എന്നാൽ മലക്കുകളോ അല്ലെങ്കിൽ ജിന്നുകളോ ഇവര് ആലമു ഗൈബ്, അദൃശ്യ ലോകത്തിൽപ്പെട്ടവരാണ്. അത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല. അതാണ് ഇവർക്ക് അവിടെ പറ്റിയൊരു തെറ്റ്. ഈ കാര്യം ശരിയാണ്. ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമുമായ ആളോട് ചോദിക്കാം എന്നത് ശരിയാണ്. അത് ആര്? മിൻ ബനി ജിൻസിഹി. ഇതാണ് ലജ്നന്റെ ഫത്വ. ലജ്നന്റെ ഫത്വയിൽ അത് വന്നിട്ടുണ്ട്. ആ ഭാഗം എല്ലാ സൗകര്യപൂർവ്വം ചില ആൾക്കാരെന്ത് ചെയ്യും, അത് അവരണ്ട് സപ്രസ് ചെയ്യും. അതുകൊണ്ട് അവര് വഴി തെറ്റുന്നു മാത്രം. മനുഷ്യരല്ലാത്ത ജിന്നിനോടോ മലക്കുകളോടോ ചോദിക്കുകയാണെങ്കിൽ അവര് ആലമു ഷഹാദത്തല്ല, ആലമു ഗൈബാണ്. അതുകൊണ്ട് അത് പറ്റില്ല. ആലമു ഗൈബ് എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് കൈകാര്യം ചെയ്യാൻ, നമുക്ക് സ്വീകരിക്കാൻ അനുവദിച്ചു തന്നിട്ടുള്ള ഒരു സബബുമല്ല. സബബല്ലാത്തതിനെ സബബാക്കുക എന്നുള്ളത് അഖല്ലുൽ അഹ്വാലിൽ അത് ശിർക്കുൻ അസ്ഗറാണ്. അഖല്ലുൽ അഹ്വാലിൽ അത് ശിർക്കുൻ അസ്ഗറാണ്. ഏതുപോലെ, എനിക്ക് പനി വന്നു, എനിക്ക് വേണമെങ്കിൽ പനി ശിഫാക്കി തരണേന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാം. അല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ള, ഖുർആനിൽ വന്നിട്ടുള്ള തേന് അല്ലെങ്കിൽ സംസം അല്ലെങ്കിൽ മറ്റുള്ള പല വസ്തുക്കളും ചികിത്സക്ക് പറഞ്ഞിട്ടുണ്ട്, മരുന്നുകൾ, അങ്ങനെയുള്ളത് സ്വീകരിക്കാം. അല്ലെങ്കിൽ തജ്രിബ കൊണ്ട് നമുക്ക് ശമനമാണ്, മരുന്നാണ്, ദവാ ആണ് എന്ന് തെളിഞ്ഞിട്ടുള്ള വസ്തുക്കൾ, സബബുകൾ, അത് സ്വീകരിക്കാം. ഇതൊന്നുമല്ലാത്ത ഒരു നൂല് കെട്ടുക, ഊതി കെട്ടുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിക്കുന്നത് എങ്കിൽ അള്ളാഹ് സബബല്ലാത്തൊരു കാര്യത്തെ നൂല് കെട്ടി എന്നുള്ളത് കൊണ്ട് അതെന്തായി തീരും? നഹ്നു ആലു അബ്ദില്ലാഹ അഗ്നിയാഉ അനി ശിർക്ക്. അത് പൊട്ടിച്ചെറിഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അദ്ദേഹം തന്റെ കുടുംബാംഗങ്ങളിൽ ചിലരുടെ കയ്യിലുണ്ടായിരുന്ന നൂല് പൊട്ടിച്ചെറിഞ്ഞു. നമുക്ക് ആ ശിർക്ക് ആവശ്യമില്ല, ശിർക്കാണ് എന്ന് പറഞ്ഞു. മനല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. എന്താ തമീമത്തിനുള്ള പ്രശ്നം? അത് സബബല്ലാത്തതിനെ സബബാക്കിയതാണ്. അത് പിന്നെ 2 രൂപത്തിൽ പിരിയും. അത് തഹ്സീർ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ശിർക്കുൻ അക്ബറാണ്. അത് തഹ്സീറൊന്നും ചെയ്യുന്നില്ല, ഇത് എന്നുള്ളതൊരു സബബ് മാത്രമാണ്, അള്ളാന്റെ തഹ്സീർ കൊണ്ടാണ് വരുന്നത് വിചാരിച്ച ശിർക്കുൻ അക്ബറാണ്. ഇതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബ് തൗഹീദ് മസായിലുകൾ പഠിക്കണം. അത് നദവത്തുൽ മുജാഹിദീൻ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ആ പണി നിർത്തിവെച്ചു. തൗഹീദ് മാത്രം പറഞ്ഞു. തൗഹീദിന്റെ മനാഹിജുകൾ അവർ മറന്നുപോയി. തൗഹീദിന്റെ മസായിലുകൾ അവർ തഹ്ദീർ ചെയ്യാതെ പോയി. അതുകൊണ്ടാണ് അവരുടെ അനുയായികളിൽ ഈ ഫിത്ന പടർന്നു പിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, വലമ്മ തനസ്സഖൽ ഇൽമു ഉബിദത്. അതുകൊണ്ട് നമുക്ക് ഏക പ്രതീക്ഷ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഫളലാണ്.
അമലുകൊണ്ട് വല്ലാതെ മുൻകാലക്കാരെ പോലെ മുന്നേറാൻ നമുക്ക് സാധിച്ചോണമെന്നില്ല. അതിന് കഴിയട്ടെ, പക്ഷെ അതുപോലെ കഴിയുന്ന പ്രതീക്ഷിക്കണ്ട. നമ്മൾ തഖല്ലബ സമാനു ബിഅഹ്ലി, നമ്മളെ കാലം, നമ്മൾ ജീവിക്കുന്ന കാലം വളരെ പ്രയാസമുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന, നമുക്ക് ഏറ്റവും ബിശാറത്ത് നൽകുന്ന കാര്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിർച്യൂസാണ്, അതിന്റെ ഫളായിലുകളാണ്. അതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ തഹ്ഖീഖ് ചെയ്തേ പറ്റൂ. അത് മസായിലും മനാഹിജും തഹ്ഖീഖ് ചെയ്തേ പറ്റൂ. ഈ കാര്യം കുറച്ച് ആൾക്കാരിൽ വസ്വാസായി. മറ്റു മുലാബസാത്തുകൾ ഇല്ലാത്തവർ തന്നെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സംഘടനാ ലൈനെ സ്വീകരിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കാനുള്ള സംഘടനാ താല്പര്യം ഇല്ലാത്ത ആളുകൾ തന്നെ ഇതിന് അവര് വസ്വാസിലായി. അത് വസ്വാസിലാകാനുള്ള കാരണം അല്ലാഹു അഅലം. ഞാൻ മനസ്സിലാക്കുന്നത് ദീന് സ്വീകരിക്കുന്ന വിഷയത്തിൽ അവർ കൈകൊണ്ടിട്ടുള്ള മൻഹജിന്റെ പാഠങ്ങൾ അവർ തെറ്റിച്ചു എന്നുള്ളതാണ്. മൻഹജിന്റെ പാഠം അവർ തെറ്റിച്ചു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഒരു ഹഖായ ഒരു മുസ്ലിം, സലഫിയുൽ മൻഹജായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ദീൻ സ്വീകരിക്കേണ്ടത് വഹിയിൽ നിന്ന് മാത്രമാണ്. വഹി രണ്ടാണ്, കിതാബായിട്ടും സുന്നത്തായിട്ടും. അതിൽ നിന്ന് സ്വീകരിക്കാം. വഹീന്റെ രണ്ട് രൂപങ്ങളായ കിതാബ്, സുന്നത്ത്, അത് സ്റ്റാറ്റിക്കായ ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിന്റെ ശരിയായ അർത്ഥം എന്താണ്, അതിന്റെ വ്യാഖ്യാനം എന്താണ്, അതിന്റെ പ്രയോഗ രീതി എന്താണ്, ഇത് നമുക്ക് കിട്ടേണ്ടത് സഹാബത്തിന്റെ ഫഹ്മിൽ നിന്നാണ്. സഹാബത്തിന്റെ ഫഹ്മു പ്രകാരം മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇത് ഏതൊരു ചെറിയവനും വലിയവനും ഒരേ മാതിരി നസ്സ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി അത് സഹാബത്തിന്റെ ഫഹ്മു നോക്കി ഒറ്റയടിക്ക് ഇങ്ങോട്ട് സ്വന്തം വലിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അതെങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സഹാബത്തിന്റെ ഫഹ്മു പ്രകാരം കാര്യം എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? ഫസ്അലൂ അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഖുർആനിൽ രണ്ടിടത്ത് അള്ളാഹ് നമ്മളോട് അത് ഉണർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തീരെ അറിയാത്തൊരു കാര്യമാണ്. ഫസ്അലൂ അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഖുർആനും ഹദീസും ശരി, പിന്നെ ഖുർആനും ഹദീസും അത് ഇംഗ്ലീഷോ പരിഭാഷയോ സ്വന്തമായ പഠനോ എന്തെങ്കിലും വെച്ചിട്ട് അവരെന്ത് ചെയ്യും? അവർ സ്വന്തമായിട്ട് ഈ പറഞ്ഞ കാര്യം ഖുർആനും ഹദീസും എടുക്കാൻ വേണ്ടി നോക്കും. അത് അഹ്ലുസുന്നത്തിന്റെ മൻഹജല്ല. അഹ്ലുസുന്നത്തിന്റെ മൻഹജ്, അതിന്റെ ആളുകളുണ്ട്, അവരിൽ നിന്ന് തലഖി ചെയ്യണം എന്നുള്ളതാണ്. മുൻ തലമുറ കീഴ്തലമുറക്ക് അത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് കൊടുക്കണം, തൽഖീൻ ചെയ്തു കൊടുക്കണം. യഹ്മിലു ഹാദൽ ഇൽം മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു. പിൽക്കാല തലമുറകളിൽ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ, നമുക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിലും ആദ്യത്തെ 3 തലമുറ ഒഴിച്ചാൽ ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഇൽമ് ഉദൂലുകളായ ആളുകൾ അതിനെ വഹിക്കും. ആ ഉദൂലുകളായ ആളുകൾ അവര് അടുത്ത തലമുറക്ക് അതിനെ തൽഖീൻ ചെയ്തു കൊടുക്കണം. ആ തൽഖീൻ ചെയ്തു കൊടുക്കുന്നതിനെ അവർ തലഖി, പിൻതലമുറ ശിഷ്യന്മാരായ തലമുറ അതിന്റെ ആദാബുകളോട് കൂടിയിട്ട് റിസീവ് ചെയ്യണം, ഏറ്റുവാങ്ങണം. അതിനാണ് അള്ളാഹ് പറഞ്ഞത്, അല്ല സ്വന്തമായിട്ട് മാന്തി വെക്കാനല്ല. കുറെ തെറ്റ് വരും. അതുകൊണ്ട് ഫസ്അലൂ അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അഹ്ലുൽ ദിക്റിനോട് ഉലമാക്കളിലേക്ക് മടങ്ങണം. ഇത് അസ്ലാണ്. ഇത് കേരളത്തിലില്ലായിരുന്നു. ഫഹ്മു സഹാബത്ത് കേരളത്തിലില്ലായിരുന്നു. അഹ്ലുൽ ഇൽമിലേക്ക് മടങ്ങണം എന്നുള്ളതും കേരളത്തിലില്ലായിരുന്നു. കേരളക്കാരായ നമുക്കത് പരിചയമില്ലായിരുന്നു. ഒരു 10 വർഷം മുമ്പത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം എത്രയാണ്? ഒരു 70 വർഷം മുമ്പത്തേക്ക് പോയാൽ നമുക്കറിയാവുന്നത് മദ്ഹബിൽ നിന്ന് കാര്യങ്ങൾ എടുക്കണം. ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബർക്കത്തിന് പിന്നെ ഒന്ന് ചൊല്ലാനും പിന്നെ ഒന്ന് ഊതാനും പിന്നെ ഒന്ന് എഴുതി കെട്ടാനുമാണ്. ഹദീസ് അത് ഇല്ലെന്നെ. അതെന്തെങ്കിലും വേണമെങ്കിൽ തെർഹീബിന് 1-2 പോരിശക്ക് വേണ്ടിയിട്ട് വായിക്കുക. ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർക്കത്തിന് വേണ്ടിയിട്ട് ഓതുക, എന്നിട്ട് ഊതുക, അല്ലെങ്കിൽ എഴുതി കെട്ടുക, അല്ലെങ്കിൽ മുസാഫ് പൊതിഞ്ഞ് പെരയിൽ വെക്കുക. ഇതായിരുന്നു 70 കൊല്ലം മുമ്പുണ്ടായിരുന്നു.
അവിടുന്ന് പോയിട്ട് ഖുർആനും ഹദീസുമാണ് നമ്മുടെ പ്രമാണം എന്നുള്ളിടത്തേക്ക് നദ്വത്തുൽ മുജാഹിദീന്റെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉലമാക്കളും ബാക്കിയുള്ള അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകരും ഒക്കെപ്പാട് കൂടിയിട്ട് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്നവർക്ക്. അതിൽ നിന്ന് പിന്നെ വേണ്ട അസുലിലേക്ക് അവർ പോയില്ല. എല്ലാവരും ഖുർആനും ഹദീസും. ആ ഖുർആനും ഹദീസും എങ്ങനെ സ്വീകരിക്കേണ്ടത്? അത് അവനവന്റെ സൗകര്യത്തിനും അവനവന്റെ കാലഘട്ടത്തിനനുസരിച്ചും അവനവന്റെ യുക്തിക്കനുസരിച്ചും അവനവൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതിന് തടയിട്ടതാണ് നദ്വത്തുൽ മുജാഹിദീൻ രണ്ടാകാണ്ടായ കാരണം. സഹാബത്തിന്റെ ഫഹ്മ് കൊണ്ട് ടെസ്റ്റുകളെ തഖ്യീദ് ചെയ്യണം. അപ്പൊ നദ്വത്ത് രണ്ടായി. അത് രണ്ടായത് എന്തുകൊണ്ടായി? ഇൽമു സ്വീകരിച്ച് നന്നാണ്ടിന് പകരം രണ്ടായത് ഹിസ്ബിയത്ത് എന്ന് പറയുന്ന സംഘടനാ പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ ഹിസ്ബിയത്ത് സംഘടന അതായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വരൂലായിരുന്നു. രണ്ടാക്കിയതിന്റെ ഉത്തരവാദം അവരിലുള്ള ഹിസ്ബിയത്തിനാണ്. അത് പിരിഞ്ഞു. അതിലൊരു വിഭാഗം പിന്നെ എന്ത് ചെയ്തു? സഹാബത്തിന്റെ ഫഹ്മിനെ സ്വീകരിക്കണമെന്ന് അന്ന് പറയാൻ തുടങ്ങി. പറഞ്ഞു. അവരൊരു രാത്രി ഉറങ്ങി പിന്നെ എഴുന്നേറ്റ് വന്നപ്പോഴോ റുഫിഅത്ത്. ഇപ്പൊ അതില്ല, ഹക്കായിട്ടില്ല. അന്നത് വേണമെന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുക്കലും ഇപ്പൊ ഫഹ്മ് സഹാബത്തില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ ബർക്കത്ത് നൽകി. അതിൽ നിന്നൊക്കെ മാറി അതിൽ നിന്നൊന്നും ബന്ധമില്ലാത്ത വേറെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? അവരല്ല വേണം, സഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് പോകാം. അങ്ങനത്തെ അത് വിരലിൽ എണ്ണുന്നവരാണെങ്കിലും അവരിൽ ബർക്കത്തുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഉണ്ടായിത്തീർന്നു. ആ ആൾക്കാരുണ്ടായിത്തീർന്നപ്പോ തൊട്ടടുത്ത മൻഹജിന്റെ അടുത്ത കല്ലാണ് സഹാബത്തിന്റെ ഫഹ്മ് എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്തതാണ് അൽ മർജിഇയ്യത്തുൽ ഇൽമിയ്യ. അൻ തർജിഉ ഇലാ ഹളീറത്തിൽ ഉലമാ ഉലമാഇസ് സുന്ന. അഹ്ലുസുന്നന്റെ ഉലമാക്കളിലേക്ക്, അവരുടെ ഹളീറത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. പണ്ഡിതന്മാരോട് ചോദിക്കണം. വസ്അലു അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അങ്ങനത്തെ ഒരു കൂട്ടം വന്നു, കുറച്ച് ആൾക്കാർ. അവരിൽ തന്നെ ചില ആളുകൾ ഫിത്നയിലായി. അതിന്റെ കാരണം എന്താണ്? മൻഹജിന്റെ അടുത്ത പടി ഇത് ഓരോന്നും എണ്ണി മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെയാണ് ഞാൻ പോണതെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഖൈർ. വഹി, കിതാബ് വസുന്ന, ഫഹ്മു സഹാബ, അൽ മർജിഇയ്യത്തുൽ ഇൽമിയ്യ, ഉലമാക്കളുടെ അർറുജൂഉ ഇലാ ഹളീറത്തിൽ ഉലമാ ഉലമാഇസ് സലഫ്. അടുത്തത് ഉലമാക്കളിലേക്ക് മടങ്ങാറിന് എങ്ങനെ മടങ്ങേണ്ടത്? അതിന് ക്രമമുണ്ട്. ആ ക്രമം തെറ്റിച്ചവരാണ് ഈ മസലയിൽ തശ്വീസായത്. എല്ലാരോടും ചോദിക്കാൻ പറ്റൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാൻ പറ്റും. വേറെ പല സഹാബിമാരിൽ നിന്നുള്ള റിവായത്തിൽ അൽ ബറകതു മഅ അകാബിരിക്കും, നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടുക, അള്ളാഹുവിന്റെ നിഅമത്ത്, അള്ളാഹിന്റെ ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇൽമ്. ആ ഇൽമ് നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കുമ്പോൾ ആ ബറക്കത്ത്, ഇൽമിന്റെ ബറക്കത്ത്, അത് നിങ്ങൾക്ക് കിട്ടുന്നത് മഅ അകാബിരിക്കും, അകാബിറിനോട് ചോദിക്കുമ്പോഴാണ്. ലാ യസാലു നാസു ബിഖൈർ, ജനങ്ങൾ ഖൈറിലേർക്കും, ഒരു തശ്വീസും വരൂല. ഇദാ അതാഹുമുൽ ഇൽമു അൻ അസ്ഹാബി മുഹമ്മദ് വഅൻ അകാബിരിഹിം വഉമനാഇഹിം, അവർക്ക് ഇൽമു വരുന്നത് റസൂലുള്ളാഹിന്റെ സഹാബിമാരിൽ നിന്നാണെങ്കിൽ, ആ കാലഘട്ടം കഴിഞ്ഞാൽ വഅൻ അകാബിരിഹിം വഉമനാഇഹിം, അകാബിറായിട്ടുള്ള ഉലമാക്കളിൽ നിന്നാണെങ്കിൽ, ഉമനാക്കളിൽ നിന്നാണെങ്കിൽ, ഇൽമു വരുന്നത് ഇവരിൽ നിന്നാണെങ്കിൽ അവർ ഖൈറിലേർക്കും. كما قال ربيعة الرأي شيخ مالك رحمهم الله. ربيعة الرأي ഇമാം മാലിക്കിന്റെ ഷെയ്ഖാണ്. അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് الناس في حجور علمائهم كالصبيان في حجور آبائهم. ഇങ്ങനെയുള്ള അകാബിറായ ഉലമാക്കളുടെ അടുക്കലാണ് ജനങ്ങൾ ഉള്ളത് എങ്കിൽ ചെറിയ കുട്ടികള് അവരുടെ ഉപ്പാര മടിത്തട്ടിൽ കിടക്കുമ്പോൾ എത്ര സുരക്ഷിതമായിരിക്കോ അതേപോലെ സുരക്ഷിതമായിരിക്കും. മറിച്ചാണെങ്കിലോ ഫഇദാ അതാഹുമുൽ ഇൽമു അൻ അസാഗിരിഹിം ഫദാലിക ഹീന ഹലകു, ഇൽമു അവർക്ക് വരുന്നത് അകാബിറിൽ നിന്നല്ല, അസാഗിറിൽ നിന്നാണെങ്കിൽ,
ഫദാലിക ഹീന ഹലകൂ, അത് അവർ നശിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുക. അകാബിറിൽ നിന്ന് ഇൽമ സ്വീകരിക്കുക, അല്ല അസാഗറിൽ നിന്ന് ഇൽമ സ്വീകരിക്കുക, അകാബിറിനെ ഒഴിവാക്കുക എന്നുള്ളത്. ഈ മസലത്തുൽ ഇസ്തിആനത്ത് ബിൽ ജിന്നിന് നിന്ന് സഹായം ചോദിക്കുക എന്നുള്ള വിഷയത്തിൽ തശ്ലീസായിട്ടുള്ള ചില ഇഖ്വാനുകൾ എനിക്കറിയാം. അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യുന്നത് അൻ യറുദ്ദനാ വഇയ്യാഹും മിനൽ ഇസ്ലാമി വസ്സുന്നത്തി റദ്ദൻ ജമീല. എനിക്കൊരിക്കലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹസാസിയത്ത് അവരോടില്ല. പക്ഷെ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട്, ഇത് തൗഹീദും ശിർക്കുമായിട്ടുള്ള കളിയാണ്, ചെറുതല്ല വിഷയം എന്നതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിന്റെ ഖസായിസുകൾ മനസ്സിലാക്കുന്നത് കൊണ്ട് എല്ലാ അമലും വൽ അമലു മഅഖൂദുൻ ബിഫളാഇലി തൗഹീദ്, ബിഫളലി തൗഹീദ്, അത് കഴിഞ്ഞ് നമുക്ക് അമലുള്ളൂ എന്നതുകൊണ്ട് ഇതില് വെള്ളം ചേർക്കുക എന്നുള്ളത് കുറച്ച് പ്രശ്നമാണ്. ഈ തെറ്റിയ ഈ വിഷയത്തിൽ തശ്വീസ് കുടുങ്ങിയ ആളുകൾ മുഴുവനും അസാഗറിനോട് ചോദിച്ചിട്ടുണ്ട്. മൻഹജിന്റെ ഈ കല്ലില് ഒരു തെറ്റിപ്പോയി, വഹീന്ന് എടുക്കാവൂ, കിതാബ് സുന്നത്തിനെ ആകാവൂ, അത് സഹാബത്തിന്റെ ഫഹ്മിൽ നിന്ന്, അത് ഉലമാക്കളോട് ചോദിച്ചുകൊണ്ട് ഇത്രയും 4 സ്റ്റെപ്പ് അവർ കറക്റ്റിൽ വന്നു. ഉലമാക്കളോട് ചോദിക്കുക എന്നതിന്റെ അടുത്തത് എല്ലാ കേട്ടവനോടും വലിയ കാര്യങ്ങൾ ചോദിക്കരുത്, മുഖററായി വെച്ചിട്ടുള്ള മസലകൾ ഉണ്ടാവും. ഏതുപോലെ ഫർള് 5 നേരമാണ് നിസ്കാരങ്ങൾ, ളുഹർ 4 അസർ 4, മഗ്രിബ് 3, അതുപോലെ തന്നെ ഇശാ 4, സുബ്ഹ് 2, അതുപോലെ തന്നെ റവാത്തിബുകൾ 10 12 എങ്ങനെയുള്ള ഇത്തരം മുഖററായ മസലകൾ അത് സാധാരണ ഉലമാക്കളോട് അഹ്ലുൽ ഇൽമ് തലബത്തുൽ ഇൽമ് ആരോടും ചോദിക്കാൻ, കാരണം അത് മസല മുഖററത്താണ്. മറിച്ച് ഒരു നാസിലത്ത് പോലെ വരുന്ന കാര്യങ്ങൾ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വാദഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലാറബത്ത് വതദാഖലത്ത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കൊഴഞ്ഞു കിടക്കുന്ന വിധത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ഇഅ്മാലുൻ നളർ, നസ്സ് നോക്കണം, നസ്സിന്റെ തത്ബീഖ് നോക്കണം. അത് നോക്കണമെങ്കിൽ പണ്ഡിതന്മാരായ വലിയ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ നളർ പ്രയോഗിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതാണ് നാസിലത്ത്. ആ നാസിലത്ത് വരുമ്പോൾ ആ നാസിലത്തിന് ഏതിലേക്ക് മടക്കാൻ പാടുള്ളൂ? അത് കിബാറിലേക്ക് മാത്രമേ മടക്കാൻ പറ്റുള്ളൂ. കിബാറിലേക്ക് മടക്കാതെ സിഗാറിലേക്ക് മടക്കിയ ആൾക്കാരൊക്കെ ഇതിൽ വസ്വാസിലാണ്. ജിദ്ദയിൽ ഞാൻ ചെന്നു, അവിടെ 1 2 സഹോദരന്മാർക്ക് വസ്വാസുണ്ട്. ഞാൻ അതിന്റെ അസുല് കാരണത്തിലേക്ക് മടങ്ങിയപ്പോൾ 2 ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നുകിൽ കിബാറിലേക്ക് മടക്കാതെ സിഗാറിലേക്ക് മടക്കി, 2 ചില റവാസിബുകൾ അവരുടെ മനസ്സിലുള്ളവരാണ്. റവാസിബുകൾ മനസ്സിലുണ്ട്. ആ റവാസിബ് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ പിശാച് ശരിക്കും ഉപയോഗിക്കും. പഴയ കാലത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും സംഗതികൾ നേരത്തെ തെറ്റിദ്ധരിച്ച് മനസ്സിൽ നിൽക്കുന്ന അതിന്റെ കറ, പഴയ ബിദ്അത്തുകളും ശിർക്കിയാത്തുകളും ബിദ്അയ്യാത്തുകളും ശുബ്ഹാത്തുകളും മനസ്സിലുള്ള ആൾക്കാർ പിന്നെ അഹ്ലുസുന്നന്റെ ശരിയായ മൻഹജിലേക്ക് അഖീദയിലേക്ക് വരുമ്പോൾ മുഴുവനും കഴുകിക്കളയുമ്പോൾ പോകാതെ കുറച്ച് ബാക്കി നിൽക്കുന്ന അല്ലറ ചില്ലറ കറ ഉണ്ടാവും. അത്തരം കറ ഇങ്ങനത്തെ അവസരം വരുന്നിടത്ത് അത് കളിക്കും. ആ റവാസിബുകളോ അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകാം, അല്ലെങ്കിലോ എന്താ ഉണ്ടാവുക, അവര് ഈ മൻഹജിന്റെ ഈ സ്റ്റേജ് അവർ തെറ്റിച്ചതുകൊണ്ടാണ്. ഇതാണ് എന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാമ അഷ്ശൈഖ് അല്ലാമ റബീഅ് ഇബ്നു ഹാദി അൽ മദ്ഖലി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ഞങ്ങൾ ഇരുന്ന് വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇടത്തരക്കാരായ ചില പണ്ഡിതന്മാരോ ഇത് ഈ കാര്യം ചിലർ ചോദിച്ചു, അവരിങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ആരോട് പരാമർശിക്കേണ്ടത്. ഷെയ്ഖ് അപ്പൊ ഈ കാര്യമാണ് ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഷെയ്ഖ് തിരിച്ചു തന്നത്, തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ മർജിഇയ്യത്ത് അവരൊന്നുമല്ല, കിബാറിലേക്കേ പോകാവൂ. നിങ്ങൾ മുഫ്തിനോട് ചോദിച്ചോ, മർജിയാണ്. നിങ്ങൾ ഷെയ്ഖ് ഫൗസാനോട് ചോദിച്ചോ, മർജിയാണ്. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കാൻ പാടും ഈ വിഷയത്തിൽ. ഞങ്ങൾ ഷെയ്ഖ് ഉസാമന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഇതേ വിഷയം വന്നു. ഷെയ്ഖ് ഉസാമ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളത് വേറെ ആരോടും അല്ല ചോദിക്കേണ്ടത്. ഇങ്ങനെ തദാഖുൽ നടക്കുമ്പോൾ, തളാറുബ് നടക്കുമ്പോൾ, അത് നസ്സും പിന്നെ വാക്കുകളിൽ നടക്കുന്ന കാര്യങ്ങളും നസ്സും തമ്മിൽ തത്ബീഖ് ചെയ്യാൻ വേണ്ടി അംവാറുകൾ ഇഅ്മാൽ ചെയ്യേണ്ട ഘട്ടത്തിൽ അത് കിബാറിലേക്ക് മടക്കണം. ആളതിന്റെ കാര്യം. അതുകൊണ്ട് എന്തൊക്കെ ജബലാൻ, 2 മലകളുണ്ട്.
ഷെയ്ഖ് റബീ, ഷെയ്ഖ് ഫൗസാൻ അവരോട് ചോദിക്കും. അല്ലാഹ് ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരോടും ഈ കാര്യം ചോദിക്കാൻ, ഷെയ്ഖ് ഫൗസാനോട് നേർക്കുനേരെ അത് ചോദിക്കാനും ഷെയ്ഖ് റബീനോട് വിശദമായി തന്നെ ഹഫളഹുമുല്ലാഹ് അവരോട് വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ അവസരം കിട്ടി. ഈ കാര്യം കിബാർ ഈ കാര്യം വളരെ തീർത്ത് നേരത്തെ ഞാൻ തയ്യാറാക്കിയ എന്റെ മക്കാലയിൽ പറഞ്ഞ കാര്യത്തോട് എന്റെ ആ വാക്കുകൾ അവരുടെ അഖ്വാലുകളോട് യോജിച്ചു വന്നു എന്ന സന്തോഷമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കാൻ. എനിക്ക് ഇതാണ് വസിയ്യത്ത് എന്നോട് നിങ്ങളോട്. രണ്ട് കാര്യം. വലമ്മ തനസ്സഖൽ ഇൽമു ഉബിദത്. അതുകൊണ്ട് ഈ ഇൽമ് ദുർബലപ്പെടാതിരിക്കാൻ വേണ്ടി ആവർത്തിക്കണം. കിതാബ് തൗഹീദ് ഒരറ്റം മുതൽ മറ്റേ അറ്റത്തെത്തുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് വിടരുത്, വീണ്ടും ആവർത്തിക്കണം. അതിന്റെ മനാഹിലും മൻസാഹിലും ആവർത്തിക്കണം. ഇവിടെ ഉലമാക്കൾ എത്രയാണ് അത് ആവർത്തിക്കുന്നത്? അത് ഈ തൗഹീദ് നിലക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, അള്ളാഹ് ഫർളാക്കിയിട്ടുള്ള അഅ്മാലുകളിൽ വീഴ്ചയൊന്നും വരുത്താതെ തത്വഉകളിൽ നിന്ന് എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമുക്ക് പലർക്കും എത്താൻ കഴിഞ്ഞോളന്നില്ല. കഴിയട്ടെ, അല്ലാഹ് തൗഫീഖ് എനിക്കും നിങ്ങൾക്ക് നൽകട്ടെ. പക്ഷേ അതിൽ വരുന്ന കുറവ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഫളിൽ നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്താൻ വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഫളിൽ അത്ര വലുതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ തഹ്ഖീഖ് അതാണ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ അള്ളാന്റെ അടുക്കൽ എന്റെ മീസാനുൽ ഹസനാത്തി അതിൽ എഴുതപ്പെടട്ടെ എന്ന് ദുആ ചെയ്തു എല്ലാവരെയും സബ്ബത്തനില്ലാ വഇയ്യാകും അലൽ ഹഖ് വഅൻ നൽഖാഹു വഹുവ റാദിൻ അന്നാ വഅൻ യജ്മഅനാ അലൽ ഹഖ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.